ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കേരള വാട്ടർ അതോറിറ്റി എക്സാംസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഇപ്പം ബാക്കി 2 വീഡിയോസും എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ബെൽറ്റ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ മുമ്പുള്ള വീഡിയോസിൽ കണ്ടിരുന്നു 2 റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെൽറ്റ് ഡ്രൈവും ചെയിൻ ഡ്രൈവൊക്കെ. അതിൽ ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുക. പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നൊരു ചിപ്പസ്റ്റ് യൂട്ടിലിറ്റിയാണ് ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി മോസ്റ്റ്ലി നമ്മൾ ഫ്ലെക്സിബിൾ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ബെൽറ്റ് ഡ്രൈവ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ലെതർ. ഫ്ലാറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്യാൻ ഫ്ലാറ്റ് ബെൽറ്റ്സിലാണ് കൂടുതൽ ലെതർ ബെൽറ്റ്സ് യൂസ് ചെയ്യുക. അപ്പം ഈ ലെതർ ബെൽറ്റ്സ് ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീർ ലെതറാണ്, അതായത് കാറ്റിൽസിൽ നിന്ന് എടുത്തിട്ടുള്ള ലെതർ ആയിരിക്കും. സെക്കൻഡ് മെറ്റീരിയൽ ഈസ് കോട്ടൺ അല്ലെങ്കിൽ ഫാബ്രിക്. ടെമ്പററി ആപ്ലിക്കേഷൻസിൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ് കോട്ടൺ അല്ലെങ്കിൽ ഫാബ്രിക് ബെൽറ്റ്സ്. മോസ്റ്റ് ഫാബ്രിക് ബെൽറ്റ്സ് ഉണ്ടാക്കുന്നത് കോട്ടൺ ഡക്ക്. കോട്ടൺ ഡക്ക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള നല്ല ഡ്യൂറബിലിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ആ കോട്ടൺ ഡക്ക് ഫോൾഡ് ചെയ്ത് ഒരു 3 or more ലെയേഴ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫാബ്രിക് ബെൽറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അത് വാട്ടർ പ്രൂഫും ഇഞ്ചറി പ്രൂഫൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ലിൻസീഡ് ഓയിലൊക്കെ കൊണ്ട് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വാം ക്ലൈമറ്റ് ആണെങ്കിലും ഡാംപ് ആൻഡ് എക്സ്പോസ്ഡ് കണ്ടീഷൻസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ഫാം മെഷീനറിയിൽ ബെൽറ്റ് കൺവേഴ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറ്. മൂന്നാമത്തെ മെറ്റീരിയലാണ് റബ്ബർ. റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാബ്രിക് അല്ലെങ്കിൽ ക്യാൻവാസിൽ റബ്ബർ കൊണ്ട് ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റബ്ബർ ബെൽറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ബെൽറ്റ് സർഫസിൽ ഒരു തിൻ ലെയർ റബ്ബർ കാണും. ഇത് ബാക്കി മെറ്റീരിയൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നൈലോൺ സ്ട്രിങ്സോ സ്റ്റീൽ കോഡ്സോ ഒക്കെ വെച്ചിട്ട് റെയിൻഫോഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പം മോയ്സ്ചർ എക്സ്പോഷറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പേപ്പർ മിൽസ്, സോ മിൽസിലൊക്കെ റബ്ബർ ബെൽറ്റ്സാണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബലാറ്റ ബെൽറ്റ്. ബലാറ്റ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബർ ബെൽറ്റിന് സിമിലർ ആണ്. റബ്ബർ നമ്മൾ എടുക്കുന്ന പോലെ ഒരു ട്രീയുടെ ലാറ്റക്സിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. പക്ഷേ റബ്ബറിനെക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും. നമ്മൾ റബ്ബറിന് പകരം ഇവിടെ ബലാറ്റ ഗമ്മായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അതുപോലെ ആസിഡ്, ആൽക്കലി അതുപോലുള്ള മെറ്റീരിയൽസിൽ നിന്നൊക്കെ ഹൈ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പാക്കിംഗ് കൺവേഴ്സിലൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റിക്കി ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലത്തൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് മെറ്റീരിയൽ ഇസ് പ്ലാസ്റ്റിക്. ഇത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ റബ്ബർ ലെയേഴ്സ് കൊടുത്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് ബെൽറ്റ് ഉണ്ടാക്കുന്നത്. ഇത് അബ്രേഷൻ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ ഓയിൽ, മോയ്സ്ചറൊക്കെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വിധത്തിലേക്കും ഇതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ബെൽറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതിൽ ഏത് ആണെന്നാണ്. നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ റബ്ബറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടിയറിംഗ് ബിറ്റ്വീൻ റിവറ്റ്സ് മേ ഒക്കർ ഡ്യൂ ടു. ഇപ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ മെമ്പേഴ്സ് തമ്മിൽ നമ്മൾ പെർമനൻ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെൽഡിങ് അല്ലെങ്കിൽ റിവറ്റിംഗ് ഒക്കെ. അപ്പം റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്പേഴ്സിൽ ഉണ്ടാക്കുന്ന ഹോൾസിലേക്ക് സ്പെഷ്യലി മെയ്ഡ് ഡക്റ്റൈൽ മെറ്റൽ പിൻസ്, അതിനാണ് റിവറ്റ്സ് എന്ന് പറയുന്നത്. ആ റിവറ്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഹാമർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു റിവറ്റഡ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റിവറ്റഡ് ജോയിൻറ്റ്സിൽ ഏതൊക്കെ രീതിയിലാണ് ഫെയിലർ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫെയിലർ ഓഫ് റിവറ്റ്സ് ആണ്. അപ്പം റിവറ്റ്സ് എങ്ങനെയാണ് ഫെയിൽ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഷിയറിങ് ഓഫ് റിവറ്റ്സ്. അപ്പം നമ്മൾ ഈ റിവറ്റ്സ് വഴി കണക്ട് ചെയ്തേക്കുന്ന പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ്സ് ഈ റിവറ്റ്സിലേക്ക് ഒരു ടെൻസൈൽ സ്ട്രെസ് എക്സേർട്ട് ചെയ്യും. ഇപ്പോൾ റിവറ്റ്സ് ആ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു ഷിയറിങ് നടക്കും. ഓക്കെ, ലാബ് ജോയിൻറ്റിലും സിംഗിൾ കവർ ബഡ് ജോയിൻറ്റിലൊക്കെ ആണെങ്കിൽ സിംഗിൾ ഷിയറേ ഉണ്ടാകത്തുള്ളൂ. ഡബിൾ കവർ ബഡ് ജോയിൻറ്റിലാണെങ്കിൽ ഡബിൾ ഷിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് ബെയറിംഗ് ഫെയിലിയർ അല്ലെങ്കിൽ ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറയും. ചില കേസിൽ നമുക്ക് ഈ ടെൻസൈൽ സ്ട്രെസ് കാരണം റിവറ്റ്സിൽ ഷിയറിംഗ് അല്ല ഉണ്ടാകുന്നത്, പകരം
ക്രഷിങ് ഉണ്ടാകും. അപ്പോൾ ഇതിന് ഈ ഇങ്ങനെ ഉണ്ടാകാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് പ്ലേറ്റ് ടു തിന്നാണെങ്കിൽ നമുക്കിത് സംഭവിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ റിവറ്റ്സിൻ്റെ ഡയമീറ്റർ ടു സ്മോൾ ആണെങ്കിലും ഈ ഒരു ഫെയിലിയർ ഉണ്ടാകും. അടുത്തായിട്ട് വരുന്നത് ഫെയിലിയർ ഓഫ് പ്ലേറ്റ്സ് ആണ്. പ്ലേറ്റ്സിൽ ഏതൊക്കെ രീതിയിൽ ഫെയിലിയർ ഉണ്ടാകും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടിയറിങ് ഓഫ് പ്ലേറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻസൈൽ സ്ട്രെസ് കാരണം മെയിൻ പ്ലേറ്റിലോ കവർ പ്ലേറ്റിലോ ഒക്കെ റിവറ്റ്സിൻ്റെ റോയുടെ അക്രോസ് ആയിട്ട് ടിയർ ചെയ്ത് പോകുന്ന ഒരു ഫെയിലിയർ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ നമ്മൾ റിവറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഡ്രിൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഹോൾസ് ഡ്രിൽ ചെയ്യുന്നത് കാരണം ആ പ്ലേറ്റിനുണ്ടാകുന്ന പ്ലേറ്റ് വീക്കൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഫെയിലിയർ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ക്രാക്കിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ്സ് അറ്റ് ദി എഡ്ജസ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ടിയറിങ് ഫെയിലിയർ നമ്മുടെ പ്ലേറ്റിൻ്റെ എഡ്ജിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വേറെ രീതിയിൽ ബെസ്റ്റിംഗ് ഓഫ് പ്ലേറ്റ്സ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ എഡ്ജിലായിരിക്കും ടിയറിങ് നടക്കുന്നത്. ഈ ഫെയിലിയർ നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റിവറ്റ് ഹോള് പ്ലേറ്റിൻ്റെ എഡ്ജിലായിട്ടാണ് നമ്മൾ ഡ്രിൽ ചെയ്തേക്കുന്നതെങ്കിലാണ് ഈ ഒരു ഫെയിലിയർ ഉണ്ടാവുക. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിവറ്റിൻ്റെ ഡയമീറ്ററിൻ്റെ അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം നമ്മൾ ആ ഒരു ഹോള് ഡ്രിൽ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് റിവറ്റ്സ് തമ്മിലുള്ള ആ ഒരു ടിയറിങ് ഉണ്ടാകാൻ കാരണം എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടിയറിങ് ഉണ്ടാകാൻ കാരണം നമ്മുടെ പ്ലേറ്റ് ഹോള് ഡ്രിൽ ചെയ്ത കാരണം ആ ഒരു പ്ലേറ്റ് വീക്കൻ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ടിയറിങ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഓപ്ഷൻസിൽ പറഞ്ഞേക്കുന്നതിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവറ്റ് ഹോൾസ് ക്ലോസർ ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊരു ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് വെൻ റിവറ്റ് ഹോൾസ് ആർ ക്ലോസർ ടു ഈച്ച് അതർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ് ഡാഷ് പൈപ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്. ഇപ്പം മുൻപ് കണ്ടൻസർ കോയിൽസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ അലൂമിനിയം ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത് ലെസ് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഹൈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് ഹൈ മെയിൻ്റെനൻസ് കോസ്റ്റാണ് വരുന്നത്. നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ തന്നെ അതിന് കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അലൂമിനിയത്തിൻ്റെ പകരം യൂസ് ചെയ്യുന്നത് കോപ്പറാണ്. അപ്പോൾ കോപ്പർ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് അതിന് ഈ കോപ്പർ യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കെമിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അലൂമിനിയത്തെക്കാളും ഏതാണ്ട് 8 ടൈംസ് കൂടുതൽ കെമിക്കൽ കണ്ടക്ടിവിറ്റി നമുക്ക് കോപ്പർ തരും. നെക്സ്റ്റ് റീസൺ ഇസ് സുപ്പീരിയർ സ്ട്രെങ്ത് ഉള്ളൊരു മെറ്റീരിയൽ ആണ്. ദെൻ ഇറ്റ് ഈസ് ഹൈലി റിലയബിൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ്റെനൻസ് ഈസിയാണ്, ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് അതിന് എക്സലൻറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റൻ്റ്ലി പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ നടന്നിട്ട് നമുക്ക് ഇൻഡോർ കൂളിംഗ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കൊറോഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് നടക്കും. പിന്നെ നമുക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്യൂബിനുള്ളിലും റൈഫിളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അലൂമിനിയത്തിൽ പോസിബിൾ അല്ലായിരുന്നു. ഓക്കെ, അടുത്തത് മെക്കാനിക്കൽ ഡാമേജസ് ആണെങ്കിലും വേറുള്ള എക്സ്റ്റേണൽ ഡാമേജസ് ആണെങ്കിലും അതിനൊക്കെ നല്ല റെസിസ്റ്റൻസ് ഉള്ളൊരു മെറ്റീരിയലാണ് കോപ്പർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലുമാണ് കോപ്പർ. അപ്പം ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടൻസേഴ്സിൽ യൂസ് ചെയ്യുന്നത് കോപ്പർ പൈപ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂഡ് ജോയിൻസ് ആർ യൂസ് ടു കണക്ട് ഡാഷ് പൈപ്സ്. ഇപ്പോൾ ഗ്ലൂഡ് ജോയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ PVC പൈപ്സ് ജോയിൻ ചെയ്യാനാണ്. ഇപ്പോൾ PVC പൈപ്സ് ജോയിൻ ചെയ്യാൻ മെയിൻലി 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഗ്ലൂയിങ് അല്ലെങ്കിൽ സോൾവെൻറ്റ് വെൽഡിങ് അല്ലെങ്കിൽ സോൾവെൻറ്റ് സിമെൻറ്റ് ജോയിനിങ് സിസ്റ്റം എന്നൊക്കെ പറയും. അത് നമുക്ക് മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു ഫിക്സ്ഡ് പെർമനൻറ്റ് കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ഇതിനൊരു ലോ സ്കിൽ കേപ്പബിലിറ്റി വേണ്ട ഒരു മെത്തേഡാണ്. ഇതിൽ ഈ സോൾവെൻറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ ഗ്ലൂ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മിക്സ്ചറാണ്. അത് നമ്മൾ ഈ PVC പൈപ്പിൻ്റെ മീറ്റിംഗ് സർഫസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് വെൽഡ് ചെയ്തതുപോലെ ഒരു ഹോമോജിനസ് ബോണ്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ 2 സെപ്പറേറ്റ് സർഫസസ് കെമിക്കലി ഫ്യൂസ് ചെയ്തിട്ട് ഒന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ത്രെഡഡ് കണക്ഷനാണ്. അത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആയിരിക്കും. ഒരു ഔട്ട്സൈഡ് ത്രെഡുള്ളൊരു പാർട്ടുണ്ടാവും, ഇൻറ്റേർണൽ ത്രെഡുള്ളൊരു പാർട്ടുണ്ടാവും. അപ്പോൾ ഈ എക്സ്റ്റേണൽ ത്രെഡുള്ള പാർട്ട്
ഈ ഇൻറ്റേർണൽ ത്രെഡിലേക്ക് സ്ക്രൂ ചെയ്തായിരിക്കും അവിടെ ഒരു ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ മെത്തേഡിൽ ഒരു സ്കില്ലോ എക്യുപ്മെൻറ്റോ ടൂൾസോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് എപ്പോഴെങ്കിലും ഡിസസംബ്ലി ചെയ്യേണ്ടി വരുന്ന കണക്ഷൻസിലൊക്കെയാണ് നമ്മൾ ഈ ത്രെഡഡ് കണക്ഷൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് ലിക്വിഡ് ത്രൂ റിവറ്റ് ഹോൾസ് ഡാഷ് പ്രോസസ്സസ് മെയ്ഡ്. ഇപ്പം സ്റ്റീം ബോയിലേഴ്സിലും ഷിപ്പ് ബിൽഡിംഗ് വർക്ക്സിലൊക്കെ നമുക്ക് റിവറ്റഡ് ജോയിൻറ്റ് ലീക്ക് പ്രൂഫ് ആക്കി വെക്കണം. അപ്പം അങ്ങനെയുള്ളൊരു ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലോക്കിംഗ് ആൻഡ് ഫുള്ളറിങ്. അപ്പോൾ ഈ കോക്കിംഗ് ആൻഡ് ഫുള്ളറിങ് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിംഗ് ടൂളോ ഫുള്ളറിങ് ടൂളോ യൂസ് ചെയ്തിട്ട് പ്ലേറ്റ്സിൻ്റെ എഡ്ജ് ഹാമർ ചെയ്ത് റിവൺ ചെയ്യുന്ന പ്രോസസ്സാണ്. കോക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലണ്ട് ചിസൽ ഷേപ്പ് ടൂളാണ്. ഫുള്ളറിങ് ടൂൾ എന്ന് വെച്ചാൽ നമുക്ക് പ്ലേറ്റിൻ്റെ സെയിം തിക്നെസ് ഉള്ള ഒരു ടൂളാണ്. അപ്പം ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി പ്ലേറ്റിൻ്റെ എഡ്ജ് ഒരു ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു 80 ഡിഗ്രി ആക്കി വയ്ക്കും. ഫുള്ളറിങ് പ്രോസസ്സ് വരെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആംഗിൾ ഏതാണ്ട് 85 ഡിഗ്രി വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കോക്കിംഗ് കാലും കൂടുതൽ ക്ലീൻ സർഫസ് ഫിനിഷ് കിട്ടുന്നത് ഫുള്ളറിങ് പ്രോസസ്സിലാണ്. അതുപോലെ ഫുള്ളറിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേറ്റ് ഡാമേജ് ആകുമെന്നുള്ള റിസ്ക് ഒക്കെ കുറവാണ് കോക്കിംഗ് പ്രോസസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നർ പാർട്ട് ഓഫ് എൻ എക്സ്റ്റേണൽ ത്രെഡ് ഈസ് കോൾഡ്. നമ്മൾ ത്രെഡ്സിൻ്റെ പാർട്സ് ഒക്കെ നോക്കാം. ഒരു എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിലും ഇൻറ്റേർണൽ ത്രെഡ്സ് ആണെങ്കിലും അതിൽ വരുന്ന ടെർമിനോളജീസ് എല്ലാം സെയിം തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിൻ്റെ എക്സ്റ്റേണൽ സർഫസിലായിരിക്കും ത്രെഡ് വരുന്നത്. ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഇൻറ്റേർണൽ സർഫസിലായിരിക്കും ത്രെഡ് വരുന്നത്. അപ്പം നമ്മൾ അതിലെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മേജർ ഡയമീറ്റർ. മേജർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ആണെങ്കിലും എക്സ്റ്റേണൽ ത്രെഡിലാണെങ്കിലും അതിൽ വരുന്ന ലാർജസ്റ്റ് ഡയമീറ്റർ ആണ് മേജർ ഡയമീറ്റർ. അതുപോലെ അതിലെ സ്മോളസ്റ്റ് ഡയമീറ്റർ ആണ് മൈനർ ഡയമീറ്റർ. ഇനി നമുക്ക് പിച്ച് ഡയമീറ്റർ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ത്രെഡിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റിൽ ത്രെഡിൻ്റെ വിഡ്ത്തും ആ ത്രെഡിൻ്റെ ഇടയ്ക്കുള്ള ആ സ്പേസിങ്ങും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിൽ കൂടെ നമ്മളൊരു ഇമാജിനറി സിലിണ്ടർ എടുത്താൽ ആ ഒരു ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുക. നെക്സ്റ്റ് ടൈം ഈസ് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ത്രെഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റും അതിൻ്റെ അടുത്ത ത്രെഡിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത രണ്ട് ടൈമാണ് നമുക്ക് എക്സ്റ്റേണൽ ത്രെഡും ഇൻറ്റേർണൽ ത്രെഡും തമ്മിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രെഡിൻ്റെ ടോപ്പ് സർഫസ്, അതിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റേണൽ ത്രെഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ ഒരു ഔട്ടർ പാർട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. ഇൻറ്റേർണൽ ത്രെഡ് കൺസിഡർ ചെയ്താൽ ഇതായിരിക്കും ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ത്രെഡിൻ്റെ ടോപ്പ് പോർഷൻ അല്ലെങ്കിൽ ടോപ്പ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം അത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ത്രെഡ്സിൻ്റെ ഇടയ്ക്കുള്ള ബോട്ടം പാർട്ടിനെയാണ് റൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ത്രെഡ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഇന്നർ പാർട്ടായിട്ടായിരിക്കും നമുക്ക് റൂട്ടിനെ കിട്ടുന്നത്. പക്ഷേ ഒരു ഇൻറ്റേർണൽ ത്രെഡ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഔട്ടർ പാർട്ടായിട്ടായിരിക്കും നമുക്ക് റൂട്ടിനെ കിട്ടുന്നത്. അപ്പോൾ ഈ ക്രസ്റ്റും റൂട്ടും തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ് ആയി പോകരുത്. ത്രെഡിൻ്റെ ടോപ്പ് സർഫസിനെയാണ് ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ രണ്ട് ത്രെഡ്സിനിടയ്ക്കുള്ള ബോട്ടം പാർട്ടിനെയാണ് റൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ക്രസ്റ്റും റൂട്ടും തമ്മിലുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലാങ്ക് എന്താണെന്ന് നോക്കാം. ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രസ്റ്റും റൂട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു സർഫസ്, ആ ത്രെഡിൻ്റെ ആ സൈഡ് സർഫസിനെയാണ് ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ട് ഫ്ലാങ്കുകൾ കൺസിഡർ ചെയ്താൽ ആ രണ്ട് ഫ്ലാങ്കിനും ഇടയ്ക്കുള്ള ആ ഒരു ആംഗിളിനെയാണ് നമുക്ക് ആംഗിൾ ഓഫ് ത്രെഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയും പാർട്സ് ആണ് മെയിൻലി ഒരു ത്രെഡിലുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഇന്നർ പാർട്ട്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഇന്നർ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രസ്റ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു പോയിൻ്റാണ്, അത് ആ ത്രെഡിൻ്റെ റൂട്ടാണ്. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രിക്ഷൻ ഇസ് മിനിമം ഇൻ ഡാഷ് ബെയറിങ്സ്. ഫ്രിക്ഷൻ ഏറ്റവും മിനിമം വരുന്നത് ബോൾ ബെയറിങ്സിലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജേണൽ ബെയറിംഗ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജേണൽ ബെയറിങ്ങിൽ അവിടെ ഫ്രിക്ഷൻ റെസിസ്റ്റ് ചെയ്യുന്നത് സ്ലൈഡിങ് നടന്നിട്ടാണ്.
പക്ഷേ ബോൾ ബെയറിങ്സിൽ സ്ലൈഡിങ്ങിന് പകരം അവിടെ റോൾ ചെയ്തിട്ടാണ് അവിടെ ഫ്രിക്ഷൻ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ജേണൽ ബെയറിങ്ങിൽ നമ്മൾ 2 സർഫസ് നമ്മൾ സ്ലൈഡ് ചെയ്ത് കിട്ടുന്ന ഫ്രിക്ഷനേക്കാളും വളരെ കുറവ് ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഒരു ബോൾ ബെയറിങ്ങിൽ കിട്ടുന്നത്. ഓക്കെ, അവിടെ ബിയറിങ്ങും ഷാഫ്റ്റും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുവഴി ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റും വളരെ കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ റോളർ ബെയറിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോളർ ബെയറിങ്ങിലും ബോൾ ബെയറിങ്ങിലും അവിടെ റോളിംഗ് വഴി തന്നെയാണ് ഫ്രിക്ഷൻ റെസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ റോളർ ബെയറിങ്ങിൻ്റെ കേസിൽ അവിടെ റോളറും തമ്മിലൊരു റബ്ബിങ് കൂടെ നടക്കുന്നുണ്ട്. അപ്പം ബാക്കി ഏത് ബെയറിങ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ബോൾ ബെയറിങ്ങിലാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഏറ്റവും മിനിമം ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിൽ ആയിരിക്കും ഫ്രിക്ഷൻ ഏറ്റവും മിനിമം ആയിട്ട് വരുന്നത്. സോ ആൻസർ ഇസ് ബോൾ ബെയറിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് യൂസ് ടു സപ്പോർട്ട് എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. റൊട്ടേറ്റിംഗ് എന്ന ഒബ്ജക്ട്സിനെ അസിസ്റ്റ് ചെയ്യുന്ന പാർട്സിനെയാണ് നമ്മൾ ബെയറിങ്സ് എന്ന് വിളിക്കുക. മെഷീനറിയുടെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബെയറിങ്സ് ആണ് യൂസ് ചെയ്യുക. ബെയറിങ്സ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് സ്മൂത്ത് റൊട്ടേഷൻ അലൗ ചെയ്യും. അതുവഴി നമുക്ക് എനർജി കൺസപ്ഷൻ വളരെയധികം കുറയ്ക്കാൻ പറ്റും. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് 2 ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കപ്ലിങ്സ് എന്ന് പറയുന്നത്. കുറച്ച് എൻഡ് മൂവ്മെൻറ്റ്സും മിസ് അലൈൻമെൻ്റ് ഒക്കെ പെർമിറ്റ് ചെയ്തിട്ട് 2 റൊട്ടേറ്റിംഗ് എലമെൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ കപ്ലിങ്സ് യൂസ് ചെയ്യുക. ഇനി ഒരു മെക്കാനിക്കൽ ഡിവൈസിൽ മെഷീൻ കമ്പോണൻസ് തമ്മിൽ മോഷൻ അല്ലെങ്കിൽ ടോർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് വീൽസിനെയാണ് നമ്മൾ ഗിയർ എന്ന് വിളിക്കുന്നത്. നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഹാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൽ നിന്നും അതിൻ്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിലേക്ക് ലോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പ് എലമെൻ്റ് ആണ് പൈപ്പ് ഹാങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെയറിങ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്ക്രൂ ജാക്ക് ഡാഷ് ത്രെഡ്സ് ആർ യൂസ്ഡ്. ഇപ്പോൾ റോട്ടറി മോഷൻ ട്രാൻസ്ലേറ്ററി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പവർ സ്ക്രൂസ്. അതിന് എക്സാമ്പിളാണ് സ്ക്രൂ ജാക്ക്. അപ്പോൾ ഹെവി വെയിൽസൊക്കെ സ്മോൾ ഹൈറ്റ്സിലൊക്കെ റേസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെക്കാനിക്കൽ ഡിവൈസാണ് സ്ക്രൂ ജാക്ക്. ഇത് മെയിൻലി 2 ടൈപ്പാണുള്ളത്, ഹൈഡ്രോളിക്കും മെക്കാനിക്കലും. ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് വർക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിലൊരു സിലിണ്ടർ പിസ്റ്റൺ മെക്കാനിസം ആണുള്ളത്. പിസ്റ്റൺ റോഡ് മൂവ് ചെയ്യുന്ന വഴിയാണ് അവിടെ ലോഡ് റേസ് ചെയ്യുന്നതും ലോവർ ചെയ്യുന്നതൊക്കെ. ഇനി മെക്കാനിക്കൽ സ്ക്രൂ ജാക്ക് എന്ന് പറഞ്ഞാൽ ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ സ്ക്രൂ ജാക്ക് യൂസ് ചെയ്യുന്നത്. അവിടെ സ്ക്രൂ മെക്കാനിസം വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്ക്രൂ ടേൺ ചെയ്തിട്ടായിരിക്കും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മോസ്റ്റ് കോമൺ ഫോമാണ് കാർ ജാക്ക് അല്ലെങ്കിൽ ഗാരേജ് ജാക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിൾസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി കോണിക്കൽ ഷേപ്പാണ് വരുന്നത്. അതിൻ്റെ ഇൻറ്റേർണലി അത് ഹോളോ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും നട്ട് ആൻഡ് സ്ക്രൂ അസംബ്ലി ഒക്കെ വരുന്നത്. ഇനി സ്ക്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രെഡ് ഡിസൈൻ ചെയ്യുന്നത് ലാർജ് എമൗണ്ട് ഓഫ് പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അതിന് ഹെവി ഒബ്ജക്ട്സ് ഒക്കെ കുറേ നേരത്തേക്ക് ഹോൾഡ് അപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ഐഡിയൽ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡാണ്. ഈ സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രെഡിൻ്റെ ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. സോ ഈ സ്ക്രൂ ത്രെഡിന് വളരെ വലിയ പ്രഷേഴ്സ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അടുത്ത പാർട്ടായിട്ട് വരുന്നതാണ് നട്ട്. നട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്രൂവും നട്ടും തമ്മിലുള്ളൊരു റിലേറ്റീവ് മോഷൻ കാരണം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഈ നട്ടും സ്ക്രൂവും സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ടിലും വേറെ ടയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിപ്ലേസ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാർട്ട് മറ്റേതേക്കാളും സോഫ്റ്റ് മെറ്റീരിയലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ റിപ്ലേസ്മെൻറ്റ് ഈസി ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു സ്ക്രൂവിൻ്റെ സൈസും ഷേപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നട്ടിനേക്കാളും കുറച്ച് കോസ്റ്റ്ലിയർ ആയതുകൊണ്ടും നമ്മൾ നട്ടിനാണ് സോഫ്റ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. യൂഷ്വലി നട്ടിൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഫോസ്ഫർ ബ്രോൺസ്. അടുത്ത പാർട്ടാണ് കപ്പ്. കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പാർട്സ് ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കപ്പ്.
ഷേപ്പ് ഇത്തിരി കോംപ്ലക്സ് ആയത് കാരണം നമ്മൾ കാസ്റ്റിംഗ് പ്രോസസ്സ് വഴിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന് യൂഷ്വലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ്. ദെൻ ഹാൻഡിലുണ്ട്. ഹാൻഡിൽ എന്ന് വെച്ചാൽ ഈ നട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ലോങ് സർക്കുലർ ബാർ ലൈക്ക് സ്ട്രക്ചറാണ് ഹാൻഡിൽ. പ്ലെയിൻ കാർബൺ സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് സ്ക്രൂ ജാക്കിൽ വരുന്ന ത്രെഡ് ഏതെന്നാണ്. നമ്മൾ പറഞ്ഞു സ്ക്രൂ ജാക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയൽ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് ഓഫ് ത്രെഡ് യൂസ്ഡ് ഫോർ അസെറ്റലൈൻ പ്രഷർ റെഗുലേറ്റർ ഈസ്. ഇപ്പം നോർമലി ഗ്യാസസ് ഒക്കെ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ഹൈ പ്രഷറിലാണ്. അതിന് സിലിണ്ടർ പ്രഷർ എന്നാണ് പറയുന്നത്. പക്ഷേ മോസ്റ്റ് വെൽഡിങ് ടോർച്ചസ് ഒക്കെ ലോ പ്രഷറിൽ ഒരു 0 to 207 കിലോ പാസ്കലിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ഒരു റെഡ്യൂസ്ഡ് പ്രഷറിനെയാണ് വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹൈ ഗ്യാസ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിലിണ്ടറിനും ടോർച്ച് ലൈനും ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു മെക്കാനിസമാണ് പ്രഷർ റെഗുലേറ്റർ. ഓക്കെ, അപ്പോൾ ഒരു പ്രഷർ റെഗുലേറ്റർ ഇല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആയിട്ട് നമുക്ക് വെൽഡിങ് ഇമ്പോസിബിൾ ആകും. അപ്പം ഈ ഗ്യാസ് പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടി വരുന്ന എല്ലാ സിസ്റ്റത്തിലും നമ്മളൊരു പ്രഷർ റെഗുലേറ്റർ ആവശ്യമാണ്. അപ്പോൾ അതിന് മെയിൻലി 2 ഫങ്ഷൻസ് ആണുള്ളത്. അപ്പം ഒന്ന് നമ്മൾ പറഞ്ഞു സിലിണ്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസിനെ പ്രഷർ കുറയ്ക്കുക. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഷർ സിലിണ്ടറും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ടോർച്ചിൽ ഒരു കോൺസ്റ്റൻറ്റ് വർക്കിംഗ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു പ്രഷർ റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു സിലിണ്ടർ പ്രഷർ ഗേജ് കാണും. അതൊരു ഹൈ പ്രഷർ ഗേജ്, നമ്മുടെ സിലിണ്ടറിൽ നിന്നുള്ള പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിലായിരിക്കും. പിന്നെ വർക്കിംഗ് പ്രഷർ ഗേജ് കാണും, ലോ പ്രഷർ ഗേജ് എന്ന് പറയാം. ടോർച്ചിലുള്ള ആ ഒരു പ്രഷർ ഡെലിവറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഗേജിലായിരിക്കും. ദെൻ വി ഹാവ് എ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, അത് ടേൺ ചെയ്തിട്ടായിരിക്കും ആ ഒരു ഗ്യാസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ക്ലോക്ക് വൈസ് ടേൺ ചെയ്താൽ ഗ്യാസ് ഫ്ലോ അലോ ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്താൽ ഗ്യാസ് ഫ്ലോ റെഡ്യൂസ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇൻലെറ്റ് കണക്ഷൻ ഉണ്ട്, നമ്മൾ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു ത്രെഡ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ടൈപ്പ് ഓഫ് ത്രെഡ് യൂസ്ഡ് ഫോർ അസെറ്റലൈൻ പ്രഷർ റെഗുലേറ്റർ. അപ്പോൾ ഓക്സിജൻ പ്രഷർ റെഗുലേറ്ററിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ഹാൻഡ് ത്രെഡും അസെറ്റലൈൻ പ്രഷർ റെഗുലേറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ത്രെഡുമാണ്. അപ്പം അത് രണ്ടും മാറിപ്പോവാതെ പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ റൈറ്റ് ഹാൻഡ് ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്താണെന്ന് വെച്ചാൽ ആക്സിലി വ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വൈൻഡ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിനെയാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് വിളിക്കുക. അപ്പം ആക്സിലി വ്യൂ ചെയ്യുന്ന സമയത്ത് ആ വൈൻഡിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് വിളിക്കുക. നോർമലി എല്ലാ ത്രെഡും റൈറ്റ് ഹാൻഡ് ആണ് വരുന്നത്, എക്സെപ്റ്റ് ചില സ്പെസിഫിക് നേഴ്സിൽ മാത്രമാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് യൂസ് ചെയ്യുക. അപ്പം അസെറ്റലൈൻ പ്രഷർ റെഗുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. സോ ദിസ് ഇസ് എൻഡ് ഓഫ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.